PM ശ്രീയിൽ ഒപ്പിട്ടതിനെ തുടർന്ന് CPIയും CPMും തമ്മിലുണ്ടായ തർക്കം തീരുന്നു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാനും മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാനും തീരുമാനിച്ചു. ഇളവ് അനുവദിക്കുന്നത് വരെ കരാർ മരവിപ്പിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. AKG സെന്ററിലെത്തി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഉച്ചയ്ക്ക് ചേരുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. വിജിൻ ബായാന്തോടുമൊപ്പം സുനിൽ ഐസക്കും വിശദാംശങ്ങൾ നൽകാൻ. വിജിൻ, ഒടുക്കം തർക്കം തീരുന്നു. എങ്ങനെയാണ് ഇന്നത്തെ സമവായ നീക്കങ്ങൾ ഉണ്ടായത്? എങ്ങനെയാണ് CPI വഴങ്ങിയത്? CPMന്റെ ഇന്നത്തെ പരിഹാര ഫോർമുലകൾ എന്തായിരുന്നു? എന്താണ് ഒടുവിൽ ഫലം കണ്ടത്? ഇനി എങ്ങനെയാണ് നീക്കങ്ങൾ? ഇപ്പോൾ AKG സെന്ററിലെ കൂടിയാലോചനകൾക്ക് ചർച്ചകൾക്ക് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നേതാക്കളും അകത്തേക്ക് കയറിപ്പോയി. ബിനോയ് വിശ്വത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് യഥാസമയം കാര്യങ്ങൾ അറിയിക്കാം എന്നുള്ളതാണ്. എന്തായാലും ചർച്ച പോസിറ്റീവായിരുന്നു. ചർച്ചയിൽ സമവായം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സമവായ ഫോർമുലയായി CPM മുന്നോട്ട് വെച്ചത് അത് ഈ പദ്ധതിയുടെ കരാർ മരവിപ്പിക്കുക, താൽക്കാലികമായി മരവിപ്പിക്കുക, വ്യവസ്ഥകൾ ഒഴിവാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കത്ത് നൽകുക. അത് നേരിട്ട് സംസ്ഥാന സർക്കാർ തന്നെ, വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കത്ത് നൽകും എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഇന്നലെയൊക്കെ നൽകിയ വാർത്ത പോലെ തന്നെ ഒരു ഉപസമിതി, അത് മന്ത്രിസഭാ ഉപസമിതി തന്നെ രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. മന്ത്രിസഭാ ഉപസമിതി ഈ കാര്യങ്ങൾ പഠിക്കും, പരിശോധിക്കും. അതിനുശേഷം മറ്റു തീരുമാനങ്ങൾ എന്ന തീരുമാനത്തിലേക്ക് CPM രാവിലെ തന്നെ എത്തിച്ചേർന്നു. അത് CPI സംസ്ഥാന നേതൃത്വത്തെ തന്നെ അറിയിച്ചു. എന്തായാലും ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് ഈ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജയും ഒപ്പം തന്നെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുമായുള്ള ആശയവിനിമയത്തിൽ പുതിയൊരു ഫോർമുലയ്ക്ക് രൂപം നൽകുകയായിരുന്നു. അതാണ് ഇന്ന് രാവിലെ ചേർന്ന CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമെടുത്തത്. അതിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ MA ബേബിയും MV ഗോവിന്ദനും PP രാമകൃഷ്ണനുമാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഇപ്പോൾ മന്ത്രിമാർ ഒക്കെ തിരിച്ച് ഇങ്ങോട്ട് എത്തുകയാണ്. എന്തായാലും നിലവിൽ K രാജൻ, PP സുനീർ, ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവരാണ് മുഖ്യമന്ത്രിയുമായും ഒപ്പം തന്നെ CPM നേതാക്കളുമായും ഒക്കെ കൂടിയാലോചന നടത്തിയത്. അതിനുശേഷമാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും അവൈലബിൾ CPI സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതില്ല, ബഹിഷ്കരണം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ, ഒപ്പം തന്നെ CPM മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, അത് അല്പസമയത്തിനകം ചേരുന്ന CPIയുടെ സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ബിനോയ് വിശ്വം വിശദീകരിക്കും. അതിന് CPI സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അംഗീകാരം നൽകും. അതോടുകൂടിയായിരിക്കും ഈ പ്രശ്നപരിഹാരം പൂർണ്ണമാവുക. എന്തായാലും 3:30 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് CPI ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സുനിൽ ഐസക് കൂടി. സുനിൽ, ഒടുക്കം ഇന്ന് നിർണായകമായ വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI പോകുന്നു എന്നതായിരുന്നു രാവിലത്തെ ചിത്രം. അങ്ങനെയെങ്കിൽ പക്ഷേ 9 മണിക്ക് ചേർന്ന CPI അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ കാര്യമായ ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുന്നു. ഒപ്പം MV ഗോവിന്ദൻ തിരുവനന്തപുരത്തെത്തുന്നു. മുഖ്യമന്ത്രിയുമായി വളരെ സീരിയസ് ആയ ചർച്ചകൾ മറ്റു തലത്തിൽ നടക്കുന്നു. ഏറ്റവും ഒടുക്കം CPI വഴങ്ങിയ ഒരു രീതിയും ശൈലിയും എങ്ങനെയായിരുന്നു? ഇനിയിപ്പോൾ മന്ത്രിസഭാ യോഗത്തിലും പങ്കെടുക്കാൻ പോകുന്നു. അപ്പോൾ ഈ തർക്കം ഇവിടെ പൂർണ്ണമായും തീർന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം.